പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 13. പ്രധാന വാർത്തകൾ. ഖുറമിൽ കടലിൽ കാണാതായ ഒമാനികൾക്കുള്ള തിരച്ചിൽ തുടരുന്നു. മാരിടൈം സെക്യൂരിറ്റി സെന്ററിന് കീഴിൽ വിവിധ വകുപ്പുകളുമായി സഹകരിച്ചാണ് പരിശോധന. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കടലിൽ കാണാതാകുന്നത്. 2 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. എന്നാൽ മത്സ്യബന്ധന ബോട്ട് സഹം വിലായത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്ററും അറിയിച്ചു. വയനാട് ദുരന്തത്തിൽ ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ അനുശോചിച്ചു. റൂവിയിൽ AP സിദ്ദീഖിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വയനാട്ടിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി മൗനപ്രാർത്ഥന നടത്തി. ഹസൻ കേച്ചേരി സ്വാഗതം പറഞ്ഞു. ഓർഗനൈസേഷൻ സെക്രട്ടറി ബിജു അമ്പാടിയുടെ നേതൃത്വത്തിൽ നേരത്തെ നടത്താൻ തീരുമാനിച്ച ഓണാഘോഷ പരിപാടി മാറ്റിവെക്കാനും ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹായം ചെയ്യാനും യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. വാസുദേവൻ തളിയാറയുടെ നന്ദി പ്രകാശനത്തിനു ശേഷം യോഗം പിരിഞ്ഞു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്ക വിലായത്തിൽ ലേബർ ക്യാമ്പിന് തീപിടിച്ചു. ഞായറാഴ്ച രാത്രിയായിരുന്നു അപകടം. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്ത കാരണം വ്യക്തമല്ല. തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം ആവശ്യപ്പെട്ടു. മസ്കത്ത് സലാല പാതയിൽ മക്ഷിൻ തുംറൈത്ത് റോഡിൽ ശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെടുന്നതിനാൽ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ മുന്നറിയിപ്പ്. പൊടിക്കാറ്റിനെ തുടർന്ന് റോഡിലേക്ക് മണ്ണ് നീങ്ങുകയും യാത്ര ദുർഘടമാവുകയും ചെയ്തിട്ടുണ്ട്. കാഴ്ചപരിധി ചുരുങ്ങുകയും ചെയ്തു. അസ്ഥിര കാലാവസ്ഥ തുടരുന്നതിനാൽ ജാഗ്രത പുലർത്തണം. അടുത്ത ദിവസങ്ങളിൽ കനത്ത പൊടിക്കാറ്റ് തുടരാനിടയുണ്ട്. പൊടിക്കാറ്റ് ശക്തമാകുന്നതിനാൽ കാഴ്ചപരിധി കുറയുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഖരീഫ് കാലമായതിനാൽ ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് മക്ഷിൻ തുംറൈത്ത് റോഡ് ഉപയോഗിക്കുന്നത്. ഒമാനി പാട്ടുത്സവത്തിന്റെ 12ാം എഡിഷന് സലാലയിൽ തുടക്കം. സലാല അൽ മുറൂജ് തിയേറ്ററിൽ തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സഈദ് ബുഐവിൻ ഉദ്ഘാടനം ചെയ്തു. 4 ദിവസങ്ങളിലായി അരങ്ങേറുന്ന പാട്ടുത്സവം ദോഫാർ ഗവർണറുടെ ഓഫീസുമായി സഹകരിച്ച് സാംസ്കാരിക കായിക യുവജന മന്ത്രാലയമാണ് സംഘടിപ്പിക്കുന്നത്. 7 വർഷമായി നിർത്തിവെച്ചിരുന്ന ഫെസ്റ്റിവൽ കഴിഞ്ഞ വർഷമാണ് വീണ്ടും പുനരാരംഭിച്ചത്. ഒമാനിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സംഗീത പരിപാടികളിൽ ഒന്നാണിത്. ഒമാനി യുവാക്കൾക്ക് സംഗീത രംഗത്ത് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് മാറ്റുരയ്ക്കാൻ ഫെസ്റ്റിവൽ അവസരമൊരുക്കും. 1994 ആരംഭിച്ച ഫെസ്റ്റിവലിൽ ആദ്യ എഡിഷനിൽ അഹമ്മദ് അൽ ഹർത്തിയായിരുന്നു ജേതാവ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരമുള്ള രാഷ്ട്രകങ്ങളുടെ പട്ടികയിൽ ആഗോളതലത്തിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഇടം പിടിച്ച് ഒമാൻ. പ്രമുഖ ഏജൻസിയായ നംബിയോ നടത്തിയ സർവേയിലാണ് ലക്സംബർഗ്, നെതർലാൻഡ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങൾക്ക് ശേഷം സുൽത്താനേറ്റ് 4ാം സ്ഥാനത്ത് ഇടം പിടിച്ചത്. ഒരു പ്രത്യേക രാജ്യത്തിലോ നഗരത്തിലോ താമസിക്കുന്ന വ്യക്തികളുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിനും ജീവിത നിലവാരത്തിനും സംഭാവന നൽകുന്ന വിവിധ ഘടകങ്ങളുടെ സമഗ്രമായ വിലയിരുത്തിയാണ് സൂചിക തയ്യാറാക്കിയത്. ജീവിത നിലവാര സൂചിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള ശേഷി, വ്യക്തിഗത സുരക്ഷ, കാലാവസ്ഥാ സാഹചര്യങ്ങൾ, ജീവിത ചെലവ്, ആരോഗ്യ സുരക്ഷ, ഗതാഗത സൗകര്യങ്ങൾ എന്നിവ പരിഗണിച്ചാണ് സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്. തിരമാലകൾ ഉയരുമ്പോഴും കടൽ പ്രക്ഷുബ്ധമാകുമ്പോഴും കടലിൽ ഇറങ്ങുന്നതിന് വിലക്ക്. ഖരീഫ് സീസണിൽ നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണ് സുരക്ഷാ വിഭാഗം. 3 മുതൽ 5 മീറ്റർ വരെ തിരമാല ഉയരുന്നതായും കടലിൽ ഇറങ്ങുന്നത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും അധികൃതർ ഉണർത്തി. ബീച്ചുകളിലും മറ്റും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടങ്ങൾ, വെള്ളക്കെട്ടുകൾ, അരുവികൾ തുടങ്ങിയ ഇടങ്ങളിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം ആവശ്യപ്പെട്ടു. സുരക്ഷാ മുന്നറിയിപ്പുകൾ തുടരുമ്പോഴും മുങ്ങിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം സലാല ഐൻ ജസീൽ വെള്ളക്കെട്ടിൽ വീണ് സുഡാൻ സ്വദേശി മരണപ്പെട്ടിരുന്നു. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം നിർദ്ദേശിച്ചു. മുതിർന്നവർ വെള്ളത്തിലിറങ്ങുമ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. നിയന്ത്രണങ്ങളുള്ള സ്ഥലങ്ങളിലും സമയങ്ങളിലും വെള്ളത്തിലിറങ്ങുന്നത് ഒഴിവാക്കണം.
മദ്രസത്തുൽ ഹുദ ഗുബ്രയും ICF ബൗഷർ അസൈബ സെക്ടറുകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന ഇലൽ ഹബീബ് മീലാദ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങൾ, മൗലിദ് സദസ്സുകൾ, പ്രഭാഷണങ്ങൾ, യൂത്ത് ഫെസ്റ്റ്, സാംസ്കാരിക സംഗമങ്ങൾ, സെമിനാർ തുടങ്ങിയവ ക്യാമ്പയിനിന്റെ ഭാഗമായി നടക്കും. സെപ്റ്റംബർ 13 നടക്കുന്ന സമാപന സമ്മേളനത്തിന് ഒമാൻ ഹാൾ ബൗഷർ വേദിയാകും. മത, സാംസ്കാരിക, സാമൂഹിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും. ക്യാമ്പയിനിന്റെ ഭാഗമായി നടന്ന സിയാറത്ത് യാത്രയ്ക്ക് ICF നാഷണൽ പ്രസിഡന്റ് ഷെഫീഖ് ബുഖാരി നേതൃത്വം നൽകി. വെള്ളപ്പൊക്കത്തിൽ നിന്നും ധോഫാർ ഗവർണറേറ്റിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ധോഫാറിൽ നിർമ്മിക്കുന്ന അണക്കെട്ടുകളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. സലാലയിലെ വാദി അനാറിൽ ഒരുങ്ങുന്ന അണക്കെട്ടുകളിലൊന്ന് 81% നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി കാർഷിക, മത്സ്യബന്ധന, ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. 23 ദശലക്ഷം റിയാൽ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിക്കുന്നത്. 16 ദശലക്ഷം ക്യൂബിക് മീറ്ററിലധികം ജലം സംഭരിക്കാനുള്ള ശേഷിയുണ്ട് വാദി അനാറിലെ അണക്കെട്ടിന്. മസ്കത്ത് ഗവർണറേറ്റിലെ ഖുറിയാത്ത് വാദി ദൈക്ക അണക്കെട്ടിന് ശേഷം ഒമാനിലെ രണ്ടാമത്തെ വലിയ ഡാമാകുമിത്. റൈസൂത്തിലാണ് രണ്ടാമത്തെ അണക്കെട്ട്. മലകളിൽ നിന്ന് വരുന്ന മഴവെള്ളവും മറ്റും ഇത് സംഭരിക്കും. ഈ വെള്ളം സലാല തുറമുഖം, റൈസൂത്ത് വ്യവസായ നഗരം, സലാല ഫ്രീ സോൺ എന്നിവിടങ്ങളിലെ ആവശ്യത്തിനായി ഉപയോഗിക്കാനാകും. രാജ്യത്ത് കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്തുകയും വെള്ളപ്പൊക്കങ്ങളും മറ്റും തടയുകയും ചെയ്യുകയാണ് ജലവിഭവ മന്ത്രാലയം ലക്ഷ്യം വെക്കുന്നത്. ആളുകളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ പുതിയ രീതികളുമായി ചിലർ. കഴിഞ്ഞ ദിവസം സുഹാറിലെ കഫേയിൽ വ്യാപാരിയിൽ നിന്നും പണം അപഹരിക്കാൻ ശ്രമിച്ചയാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സാധനങ്ങൾ വാങ്ങിയ ശേഷം ഉയർന്ന മൂല്യമുള്ള നോട്ട് നൽകുന്നതായി നടിക്കുകയും ബാക്കി തുക ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഇയാൾ പ്രയോഗിച്ച രീതിയെന്ന് ബാത്തിന പോലീസ് കമാൻഡ് പറഞ്ഞു. എന്നാൽ ഇയാൾ പണം നൽകുന്ന പോലെ നടിക്കുക മാത്രമാണ് ചെയ്തതെന്നും പണം നൽകിയിട്ടില്ലെന്നും തിരിച്ചറിഞ്ഞ കഫേയിലെ വ്യാപാരി വിവരം പോലീസിൽ അറിയിക്കുകയും പ്രതിയെ പിടികൂടുകയും ചെയ്യുകയായിരുന്നു. സമാന രൂപത്തിലടക്കമുള്ള തട്ടിപ്പുകളെ കരുതിയിരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകി. പഴയ പണം നൽകി ചില്ലറ ആവശ്യപ്പെട്ട് വ്യാപാരിയുടെ പണവും കൈക്കലാക്കുന്ന സംഘത്തെയും നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. തൊഴിൽ നിയമലംഘകരെ കണ്ടെത്തുന്നതിന് പരിശോധന ശക്തമാക്കി സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ്. ഈ വർഷം ഇതിനോടകം 12,000 നിയമലംഘകരെ പിടികൂടി. സ്വദേശിവൽക്കരണം ലംഘിക്കുന്നതുൾപ്പെടെ നിയമലംഘനങ്ങൾ പരിശോധിക്കുന്നതിന് അധികാരം സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസിനുണ്ടെന്നും CEO റിട്ടയർഡ് ബ്രിഗേഡിയർ ജനറൽ സയ്യിദ് ബിൻ സുലൈമാൻ അൽ അസ്മിയെ ഉദ്ധരിച്ച് സർക്കാർ ഔദ്യോഗിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതിനും സർക്കാർ നടപടികൾക്ക് പിന്തുണ നൽകുന്നതിനും കൂടുതൽ മാനവ വിഭവശേഷിയും സംവിധാനങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 1000-ലധികം പേർക്ക് പരിശോധനയ്ക്ക് സന്നദ്ധരായുണ്ടെന്നും ഏറ്റവും നൂതന സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പരിശോധനകൾ വ്യാപിപ്പിക്കുമെന്നും റിട്ടയർഡ് ബ്രിഗേഡിയർ ജനറൽ സയ്യിദ് ബിൻ സുലൈമാൻ അൽ അസ്മി പറഞ്ഞു. ജനുവരി മുതലാണ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസുമായി സഹകരിച്ച് തൊഴിൽ മന്ത്രാലയം തൊഴിൽ നിയമലംഘകർക്കായി പരിശോധന ആരംഭിച്ചത്. പ്രവാസികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനും മുറവിളിക്കും പുല്ലുവില കൽപ്പിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നിരസിച്ചുകൊണ്ട് പ്രവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് അധികൃതർ. വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂർ എയർപോർട്ടിലേക്ക് സർവീസ് നടത്താനുള്ള അനുമതിയാണ് പോയിന്റ് ഓഫ് കോൾ പദവി. അനുമതി നിഷേധിച്ചുകൊണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പറഞ്ഞ കാരണങ്ങളിലൊന്ന് കണ്ണൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പട്ടണത്തിലല്ല എന്നും വേണ്ടത്ര സൗകര്യങ്ങളില്ലെന്നുമാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര വ്യോമയാന മന്ത്രാലയം പശ്ചിമ ബംഗാളിലെ ബഗ്ഡോറ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ സ്റ്റാറ്റസ് അനുവദിച്ചിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും സിംഗപ്പൂരിലും മലേഷ്യയിലും ഓസ്ട്രേലിയയിലുമൊക്കെയായി ജീവിക്കുന്ന വടകര മുതൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ ലക്ഷക്കണക്കിന് പ്രവാസികൾ ആശ്രയിക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തെയാണ്. കൂടാതെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികളും കണ്ണൂർ വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ്. കുഗ്രാമങ്ങളിലെ ബസ് സ്റ്റോപ്പുകളുടെ അവസ്ഥയാണ് കണ്ണൂർ വിമാനത്താവളത്തിൻ്റേത്. ആവശ്യത്തിന് വിമാനങ്ങളില്ല. ലഭ്യമായ വിമാനങ്ങളുടെ ടിക്കറ്റ് വില അതിഭീകരം. സാധാരണക്കാരായ പ്രവാസികൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ടിക്കറ്റ് വില കുത്തനെ ഉയരുവാൻ കാരണം കൂടുതൽ വിമാനങ്ങൾക്ക് സർവീസ് നടത്തുവാൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അനുമതി കൊടുക്കാത്തതുകൊണ്ടാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനം മൂലം സാധാരണക്കാരായ പ്രവാസികൾക്ക് സംസ്ഥാനത്തിനകത്തെയും പുറത്തെയും മറ്റ് വിമാനത്താവളങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നു. അതുമൂലം കണ്ണൂർ വിമാനത്താവളം ശൂന്യമായി കിടക്കുന്നു.
ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.